അടുത്തതായി പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ. സെക്ഷൽ റീപ്രൊഡക്ഷന് ഫെർട്ടിലൈസേഷന് മുമ്പായിട്ട് ഉള്ള പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചറുകളും അതിൻ്റെ ചേഞ്ചസുകളും ഒരു ഫ്ലവറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഒരു ഫ്ലവറായിട്ട് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ ഷൂട്ട് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഭാഗമാണ് ഒരു ഫ്ലവറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഒരുപാട് ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആ പ്ലാന്റിൻ്റെ ഫ്ലവറിൽ ഡെവലപ്പ് ചെയ്യും. സോ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതൊരു റീപ്രൊഡക്റ്റീവ് ഫേസ് ആയി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ആ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ്, ഹോർമോണൽ ഇൻഫ്ലുവൻസ് ആ പ്ലാന്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് അതൊരു ഫ്ലവറായിട്ട് രൂപപ്പെടുന്നത് നോക്കാം. ആദ്യം ആ പ്ലാന്റിൻ്റെ ഷൂട്ട് പ്രിമോഡിയൽ അല്ലെങ്കിൽ ഷൂട്ടായിട്ടുള്ള ഭാഗം ഒരു ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമായിട്ട് മാറും. എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റിനെ പുതിയ ബോഡി പാർട്സ് ആയിട്ട് സെൽ ഡിവൈഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കുറേ എപ്പിക്കൽ പാർട്ടുകളുണ്ട്, അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് റീജിയനുകളുണ്ട്. മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ പുതിയ സെല്ലുകൾ ഉണ്ടാവാൻ കഴിവുള്ള ഭാഗങ്ങൾ. അത് എപ്പിക്കൽ റീജിയനിലുണ്ട്, ലാറ്ററൽ റീജിയനിലുണ്ട്, ഇൻ്റർ നോഡ് എന്നീ റീജിയനിലൊക്കെ കാണും. ഇതിൽ ഫ്ലവറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഷൂട്ടിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റമാണ്. എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ്. അപ്പോൾ ഷൂട്ടിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കാണുന്നതാണ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. സോ ഒരു പ്ലാന്റിൻ്റെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ട്രാൻസ്ഫോം ചെയ്തിട്ട് അതൊരു റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായിട്ട് മാറും. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം അത് ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് ഒരു റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റം. എന്തുകൊണ്ടാണ് റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായി മാറുന്നത്? അതൊരു ഫ്ലവറായിട്ട് മാറാൻ പോവാണ്. ഫ്ലവർ എന്താണ്? റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതാണ് നോർമലായിട്ടുള്ള ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഒരു റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായിട്ട് മാറുന്നത്. ഈ റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റം വീണ്ടും ഗ്രോ ചെയ്ത് എന്തായി മാറും? ഇൻഫ്ലോറസൻസ് ആക്സിസ് ആയിട്ട് മാറും. എന്താ ഇൻഫ്ലോറസൻസ് ആക്സ്? ആ ഫ്ലവർ ഡെവലപ്പ് ചെയ്യാനുള്ള അതിൻ്റെ ആക്സിസ് ഏത് ഫ്ലോറൽ ആക്സിസിലാണ്, ഏത് സ്ട്രക്ചറിലാണ്, ഏത് ഓറിയൻറ്റേഷനിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, അതാണ് ഇൻഫ്ലോറസൻസ് ആക്സിസ് എന്ന് പറയുന്നത്. സോ റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റം ഗ്രോ ചെയ്ത് ഒരു ഇൻഫ്ലോറസൻസ് ആക്സിസ് ആയിട്ട് മാറും. ഈ ഇൻഫ്ലോറസൻസ് ആക്സിസ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഒരു ഫ്ലോറൽ പ്രിമോഡിയ ആയിട്ട് മാറണം. ഈ ഫ്ലോറൽ പ്രിമോഡിയ ഒരു ഫ്ലോറൽ ബഡായി ഡെവലപ്പ് ചെയ്യുന്നു. ഫ്ലോറൽ ബഡ് ഒരു ഫ്ലവറായിട്ട് മാറുന്നു. ഇത്രയുമാണ് ഒരു ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഫ്ലവറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെയാണ് ഓരോ പ്ലാന്റിലും ഒരു ഫ്ലവറായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ട്രാൻസ്ഫോം ചെയ്ത് റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായി മാറുന്നു. ഈ റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റം വീണ്ടും ഗ്രോ ചെയ്ത് ഒരു ഇൻഫ്ലോറസൻസ് ആക്സിസ്, ഫ്ലവർ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്സിസ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്യുന്ന ആക്സിസിൽ ഫ്ലോറൽ പ്രിമോഡിയ ഡെവലപ്പ് ചെയ്യുന്നു. ഫ്ലോറൽ പ്രിമോഡിയയിൽ നിന്ന് അതൊരു ഫ്ലോറൽ ബഡായി മാറുന്നു. ഫ്ലോറൽ ബഡ് ഫൈനലി ഒരു ഫ്ലവറായിട്ട് മാറുന്നു. ഈ പറഞ്ഞ ചേഞ്ചുകളിലൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് കാണാം. ഓരോന്നും ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ട്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ പ്ലാന്റിലുള്ള ഹോർമോൺസാണ്. സോ ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് എപ്പോഴൊക്കെ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഒരു ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്തൊക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യമാണെന്ന്. എന്താണ് ആൻഡ്രീഷ്യം? കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻ. ആ സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് 2 ഭാഗങ്ങളാണുള്ളത്. നമ്മൾ നേരത്തെ ഒരു ഫ്ലവർ വരച്ചപ്പോൾ കാണിച്ചു, 2 ഭാഗങ്ങൾ കാണിച്ചു. എന്തായിരുന്നു? ഒന്ന് ആന്തർ, രണ്ടാമത്തേത് അതിൻ്റെ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ഫിലമെൻറ്റ് പോലത്തെ അല്ലെങ്കിൽ സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചറാണ് ഫിലമെൻറ്റ്. ആൻഡ് ഫിലമെൻറ്റും ആന്തറും കൂടിയതിനെയാണ് നമ്മൾ വിളിക്കണേ സ്റ്റേമൻ. ഇതാണ് ഒരു സ്റ്റേമൻ അഥവാ നമ്മുടെ ആൻഡ്രീഷ്യം അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. സോ ആന്തറുണ്ട്, അതിൻ്റെ ലോങ് സ്ലെൻഡർ ഫിലമെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറും ഉണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ്റെ ആന്തർ എന്ന് പറയുന്നത് ബൈലോബഡാണ്. 2 ലോബ് നമുക്കാണ്, 2 ലോബുകളാണ് ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടെർമിനൽ എൻഡിലുള്ള പോർഷനാണ് നമ്മൾ പറയുന്നത്. സ്റ്റേമൻ്റെ ടെർമിനൽ എൻഡിലുള്ള പോർഷനാണ് ആന്തർ. ആന്തറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ബൈലോബഡ് സ്ട്രക്ചർ, 2 ലോബുള്ള സ്ട്രക്ചറായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ഫിലമെൻറ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക്, അത് നമ്മുടെ തലാമസ് ഏതാണ്?
ആ പെഡിസൽ, ആ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ പെഡിസൽ എന്ന് പറഞ്ഞ് ആ തലാമസിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഫിലമെൻ്റ് കിടക്കുന്നത്. സോ ഫ്ലവറിൻ്റെ ആ തലാമസിൽ ഈ സ്ലെൻഡർ ഫിലമെൻ്റായ സ്റ്റേമെൻ്റെ പാർട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കണം. ഒന്നുകിൽ ആ തലാമസിൽ അറ്റാച്ച് ചെയ്ത് കിടക്കണ്ടാവും, അല്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ പെറ്റൽ, നമ്മൾ പറഞ്ഞു കൊറോള, ആ പെറ്റലുമായിട്ടായിരിക്കും ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു സ്റ്റേമെൻ്റെ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് ആണ്. ആ ബൈലോബിളിൽ ഒരു സ്ലെൻഡർ സ്റ്റോക്ക് ലൈക്ക് ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇനി ഒരു ലോബ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ബൈലോബിളിലും ഓരോ ലോബിനെയും നമുക്ക് 2 തീക്കയായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ലോബിലും 2 തീക്ക എന്ന് പറഞ്ഞ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഡൈ തീക്കസ് എന്ന് പറയാം. ഓരോ ലോബും 2 തീക്ക ഉള്ളതുകൊണ്ട് അതിന് ഡൈ തീക്കസ് പറയും. സോ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് ആണ് ആൻഡ് 2 തീക്ക സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് അതിനെ ഡൈ തീക്കസ് എന്ന് പറയും. ഡൈ തീക്കസ്, ബൈലോബ്ഡ് ആൻഡ് ഡൈ തീക്കസ്. ഇതാണ് നമ്മുടെ ആന്തറിൻ്റെ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ബൈലോബ്ഡ് ആണ്. ആ ഓരോ ലോബിൽ 2 തീക്ക, 2 കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട്, ഓരോ ലോബിലും 2 കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് ഡൈ തീക്കസ് എന്ന് പറയും. ഇനി ആന്തർ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതിൽ നോക്കിയേ 1 2 3 4 4 സൈഡുകളുണ്ട്. ഓരോ ആന്തറിൻ്റെയും അതിന് 4 സൈഡുണ്ട്. 4 സൈഡ് ഉള്ളത് കൊണ്ട് നമ്മളതിനെ ടെട്രാഗണൽ എന്ന് പറയും. 4 സൈഡ് ഉണ്ട് ആന്തറിന്, അതുകൊണ്ട് നമ്മളതിനെ ടെട്രാഗണൽ സ്ട്രക്ചർ എന്ന് പറയും. ഈ 4 സ്ട്രക്ചറിലുമായിട്ട് നമുക്ക് 4 ഡിഫറെൻറ്റ് സ്ട്രക്ചർ പേര് പറഞ്ഞത് മൈക്രോസ്പൊറാഞ്ചിയ. 1 2 3 4 ഈ 4ഉം നമ്മൾ പറയുകയാണെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയും. ഈ ആന്തറിൻ്റെ 4 കോർണറുകളിലായിട്ട് 4 ടെട്രാഗണൽ സ്ട്രക്ചറിലായിട്ട് ഓരോ മൈക്രോസ്പൊറാഞ്ചിയാണ്. അങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചിയ നമുക്ക് ഒരു ആന്തറിലെ ലോബുകളിൽ കാണാൻ പറ്റും. ഓരോന്നും കോർണറുകളിലായിട്ട് 2 എണ്ണം ഒരു ലോബിൽ, വേറെ 2 എണ്ണം വേറെ ലോബിൽ, 2 ഇൻ ഈച്ച് ലോബായിട്ട് 2 കോർണറുകളിലായിട്ട് നമുക്ക് 4 മൈക്രോസ്പൊറാഞ്ചിയനെ കാണാൻ പറ്റും. ഈ മൈക്രോസ്പൊറാഞ്ചിയ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സംഭവമാണ് പോളൻ സാക്ക്. മൈക്രോസ്പൊറാഞ്ചിയാണ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ഇൻ ടു പോളൻ സാക്ക്. പോളൻ സാക്കുകളായിട്ട് മാറും. ഈ പോളൻ സാക്കിൽ മുഴുവൻ എന്താണ് നോക്കിയേ? ഇതൊക്കെ എന്താണ്? പോളൻ ഗ്രെയിൻസ്. സോ പോളൻ സാക്കിൽ ഫുൾ എന്തായിരിക്കും? പോളൻ ഗ്രെയിൻസ്. എന്താണ് പോളൻ ഗ്രെയിൻ? നമ്മുടെ മെയിൽ ഗാമറ്റോഫൈറ്റ്, ഫെർട്ടിലൈസേഷൻ നടക്കാൻ അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമുള്ള മെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെയിൽ ഗാമറ്റാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ. ഇതാണ് ആന്തറിൻ്റെ സ്ട്രക്ചർ. ഒരിക്കൽ കൂടി പറയാം, ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലോബ്ഡ് സ്ട്രക്ചറാണ്. അതിനൊരു സ്ലെൻഡർ ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓരോ ലോബിലും 2 തീക്ക, 2 കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് ഡൈ തീക്കസ് എന്ന് പറയും. ഒന്നും കൂടി ക്ലോസ് ആയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് 4 സൈഡിലായിട്ട് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണും. 4 ടെട്രാഗണലായിട്ടുള്ള 4 മൈക്രോസ്പൊറാഞ്ചിയ സ്ട്രക്ചർ കാണാം. ഓരോ മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ നമുക്ക് പോളൻ സാക്കുകൾ കാണാം. 4 പോളൻ സാക്കുകൾ. ഓരോ പോളൻ സാക്കിലും നിറച്ച് എംബഡഡ് ആയിട്ട് ഒരുപാട് പോളൻ ഗ്രെയിൻസുകളും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അഥവാ ആൻഡ്രീഷ്യം അഥവാ സ്റ്റേമൻ്റെ സ്ട്രക്ചർ.